നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കുമേൽ 100% തീരുവ ചുമത്താൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ബില്ല് അമേരിക്കൻ സെനറ്റ് പാസാക്കിയിരിക്കുന്നു. ഈ ബില്ലിന്റെ വിശദാംശങ്ങൾ പഠിച്ചു വരികയാണെന്നും അമേരിക്കയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യമാണ്. എണ്ണ വാങ്ങുന്ന രാജ്യമെന്നത് മാത്രമല്ല, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കാം. അതായത് ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ ഏതാണ്ട് 50 മുതൽ 70% വരെ എണ്ണ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കനത്ത സമ്മർദ്ദം അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും നേരത്തെ മുതൽ തന്നെ ചുമത്തിയിരുന്നതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റഷ്യ യുക്രൈൻ സംഘർഷമാണ്. റഷ്യ യുക്രൈനുമേൽ അധിനിവേശം നടത്തുകയാണെന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ അത് റഷ്യയ്ക്കുമേൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുള്ള ഉപരോധത്തെ തോൽപ്പിക്കുന്നതാകുമെന്നും അതുകൊണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്നുമാണ് ഇന്ത്യയോട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിലപാടുണ്ടായിരുന്നു. ഞങ്ങൾ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, റഷ്യയ്ക്കോ അതുപോലെ തന്നെ യുക്രൈനോ ഞങ്ങൾ ആയുധങ്ങൾ നൽകുന്നില്ല, മറിച്ച് രണ്ടുപേരോടും സമാധാനത്തിൻ്റെ ആവശ്യകതയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ എണ്ണ വാങ്ങുക എന്നുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രത്തിൻ്റെ താല്പര്യം മാത്രമാണ്. കാരണം ഇന്ത്യയുടെ രാജ്യ താല്പര്യം 140 കോടി ജനങ്ങൾക്ക് ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയുടെ എണ്ണ ഉപഭോഗത്തിൻ്റെ ഏതാണ്ട് 90% ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമെന്ന നിലയിൽ വൈവിധ്യവൽക്കരിക്കപ്പെട്ട ഒരു ഇറക്കുമതി സ്രോതസ് അതുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെയാണ് ഇന്ത്യ പൂർണ്ണമായും ആശ്രയിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ റഷ്യ പോലെയുള്ള രാജ്യങ്ങളെയും ആഫ്രിക്കൻ രാജ്യങ്ങളെയും ഒക്കെ ഇന്ത്യ എണ്ണ വാങ്ങുന്നതിന് ആശ്രയിക്കുന്നുണ്ട്. അങ്ങനെ ആശ്രയിച്ചത് കൊണ്ട് മാത്രമാണ് ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇന്ത്യയുടെ ഈ പറയുന്ന ഊർജ്ജ നയം അതിൽ ഒരു രാജ്യത്തെയും ഇടപെടാൻ അനുവദിക്കുകയില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. എന്നാൽ അമേരിക്കൻ സെനറ്റർമാർ ഈ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത നീക്കം നടത്തുകയാണ്. ആ നീക്കത്തെ ശക്തമായി നേരത്തെ ഇന്ത്യ അപലപിച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും അമേരിക്കൻ സെനറ്റ് അത് പാസ്സാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അനന്തര നടപടികൾ എന്താകുമെന്നുള്ളതിനെക്കുറിച്ച് സസൂക്ഷ്മം നിരീക്ഷണം നടത്തുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കയും അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ പ്രാഥമികമായ ഒപ്പുവയ്ക്കലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തീരുവ 18% കുറച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ ബില്ല് നിലവിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് നികുതി 100% ആക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പല റൗണ്ട് കടന്നതുമാണ്. അതുകൊണ്ട് തന്നെ രാജ്യം ഇപ്പോൾ ആശങ്കപ്പെടുന്നില്ലെന്നും പക്ഷേ സാഹചര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് എന്നുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കുറയ്ക്കണമെന്നും എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്നും വളരെ നേരത്തെ തന്നെ അമേരിക്ക ആവശ്യപ്പെട്ടു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ 25% അധിക നികുതി ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ദീർഘകാലം അമേരിക്ക ചുമത്തിയതുമാണ്. എന്നാൽ അമേരിക്കയുടെ ഈ ഉപരോധ നയങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായി പിടിച്ചു നിൽക്കുകയും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ അതുപോലെ തന്നെ UK അങ്ങനെ ഒട്ടനവധി രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ ഇന്ത്യയുടെ വ്യാപാരം വൈവിധ്യവൽക്കരിക്കപ്പെട്ടു. എന്തായാലും വീണ്ടും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു സമവായത്തിലെത്തുകയും വ്യാപാര കരാർ നിലവിൽ വരികയും ഒക്കെ ചെയ്തിരുന്നതാണ്. അതിനുശേഷം ഈ തീരുവ യുദ്ധം പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടില്ല. ഇപ്പോൾ ഇതാ വീണ്ടും ഈ ബില്ല് സെനറ്റ് പാസ്സാക്കിയതോടുകൂടി തീരുവ യുദ്ധം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ത്യയെ ഈ വ്യാപാര കരാറുള്ള ഒരു രാജ്യമെന്ന നിലയിൽ തീരുവയിൽ നിന്നും ഒഴിവാക്കുമോ എന്നറിയില്ല. എന്തായാലും അമേരിക്കയിൽ ആ സെനറ്റ് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ഈ പ്രസിഡന്റിന് അധികാരം നൽകുന്നതാണ്. 100% വരെ നികുതി ചുമത്താം. മാത്രമല്ല റഷ്യയ്ക്ക് നേരെയും അതുപോലെ തന്നെ റഷ്യയുമായി സഹകരിക്കുന്നവർക്കെതിരെയും പ്രൈമറി സെക്കൻഡറി ഉപരോധങ്ങൾ അത് ഏർപ്പെടുത്താനുള്ള അധികാരവും പ്രസിഡന്റിന് ഈ സെനറ്റ് നൽകുന്നുണ്ട്. ഈ ബില്ല് അല്ലെങ്കിൽ ഈ നിയമം നൽകുന്നുണ്ട്. 2022 മുതലാണ് റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷം ആരംഭിച്ചത്. ഈ സംഘർഷത്തിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം യുക്രൈൻ്റെ ഭാഗത്ത് നിൽക്കുകയായിരുന്നു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം അത് ഇത്രയും നാൾ നീളാൻ കാരണവും അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. ഇവർ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് യുക്രൈൻ ഇത്ര കാലം പിടിച്ചു നിന്നതും റഷ്യക്കെതിരെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നതും. ഈ അടുത്ത കാലത്തും യുക്രൈൻ
യുക്രൈൻ റഷ്യക്കെതിരെ ആക്രമണങ്ങൾ കടുപ്പിച്ചിരുന്നു. ആ ആക്രമണങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയുടെ റിഫൈനറികളെ തകർത്തുകൊണ്ടുള്ള ആക്രമണങ്ങളായിരുന്നു. ഇത് റഷ്യയെ വല്ലാതെ പോറലേൽപ്പിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം റിഫൈനറികൾ നിലച്ചതോടുകൂടി രാജ്യത്ത് ഇന്ധനക്ഷാമം പോലും ഉണ്ടായി. പിന്നീട് ഇന്ത്യയാണ് അപ്പോഴും റഷ്യയെ സഹായിക്കാൻ എത്തിയത്. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വൻതോതിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യൻ റിഫൈനറികളിൽ വെച്ച് ശുദ്ധീകരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളായി റഷ്യയ്ക്ക് നൽകുകയായിരുന്നു ഇന്ത്യ ചെയ്തത്. ഇതെല്ലാം അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. റഷ്യയുമായിട്ടുള്ള ഒരു സഹകരണവും അമേരിക്കയ്ക്ക് ദഹിക്കുന്നില്ല. എന്നാൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ചരിത്രപരമായ ഒരു മിത്രതയുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കുന്നില്ല. ഇന്ത്യക്ക് ആയുധങ്ങളും അതുപോലെ തന്നെ മറ്റെല്ലാ സഹായങ്ങളും റഷ്യ ഇതിനു മുന്നേയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷം ആരംഭിച്ചപ്പോൾ, എണ്ണ കെട്ടിക്കിടങ്ങാൻ തുടങ്ങിയപ്പോൾ റഷ്യയുടെ മനസ്സിൽ ആദ്യം വന്ന രാജ്യം അത് ഇന്ത്യയാണ്. ഇന്ത്യയുമായി ചർച്ച നടത്തുകയും ഇന്ത്യക്ക് വളരെ കുറഞ്ഞ വിലയിൽ ഈ എണ്ണ ഉൽപ്പന്നങ്ങൾ നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വൻതോതിൽ ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ചത്. അതിപ്പോഴും തുടരുകയാണ്. അത് നിർത്തണമെന്നാണ് അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടിൽ ഇന്ത്യയും ഉറച്ചു നിൽക്കുന്നു.